സ്ത്രീത്വത്തെ അപമാനിച്ചതിന് KM ഷാജഹാനെതിരെ സൈബർ സെൽ കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് നടപടി. മുഴുവൻ സ്ത്രീകൾക്കുമായി താൻ ഈ പോരാട്ടം നടത്തുമെന്ന പരാതിക്കാരി 24-നോട്. ഇത് എൻ്റെ മാത്രം ഒരു ഇഷ്യൂ ആയിട്ടല്ല ഞാൻ കാണുന്നത്. മുന്നോട്ടേക്ക് എന്തെങ്കിലും കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് വരുന്ന വനിതകളെ ഈ രീതിയിൽ മുദ്ര കുത്തി അവരെ സമൂഹത്തിൽ ഒരു ചീത്ത ഒരു രീതിയിൽ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമിൻ്റെ പാട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഷാജഹാനെ പോലെയുള്ള ആളുകൾക്ക് സ്ത്രീകൾ ആ രീതിയിൽ വരുന്നത് താല്പര്യമില്ല. രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾ വരണ്ട. അപ്പം ആ രീതിയിൽ സ്ത്രീകൾ അങ്ങനെ ആ രീതിയിൽ മുന്നേറാൻ പാടില്ല എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് എന്തായാലും ഈ കാര്യത്തിൽ ഖേദം രേഖപ്പെടുത്തി KM ഷാജഹാൻ രംഗത്ത് വന്നെങ്കിലും അവർ ധീരമായി ഷാജഹാനോട് നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് തത്സമയം ചേരുന്നു. സലീം മാലിക്, ഈ കേസിൻ്റെ കൂടുതൽ അവസ്ഥ എന്താണ്? KM ഷാജഹാൻ ഈ കേസിൽ നേരത്തെ മാപ്പ് പറഞ്ഞിരുന്നോ? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ KM ഷാജഹാൻ വിവാദമായതിന് പിന്നാലെ നടത്തിയിരുന്നു. പക്ഷേ ഈ യുവതി പറയുന്നത് ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കുമായി താൻ ഈ പോരാട്ടം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി അപമാനിച്ചു എന്നുള്ളതാണ് യുവതിയുടെ പരാതി. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടും അതിന്റെ താഴെ വന്ന കമന്റുകളുടെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടെയാണ് യുവതി സൈബർ സെല്ലിൽ പരാതി നൽകിയത്. ഈ പോസ്റ്റുകൾക്ക് താഴെ രൂക്ഷമായ ലൈംഗിക അധിക്ഷേപം നേരിട്ടിരുന്നു. അതിനുശേഷമാണ് ഈ പോസ്റ്റുകളും അതിന്റെ കമന്റുകളും വായിച്ചതിന് ശേഷമാണ് നിയമപോരാട്ടത്തിലേക്ക് കടക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും എന്തായാലും താൻ തൽക്കാലം ഇല്ല എന്നാണ് യുവതി 24-നോട് പറയുന്നത്. ഓക്കെ, എന്തായാലും കേസുമായി ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.